ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റു എന്ന് കണ്ടെത്തൽ. പോറ്റി തനിക്ക് സ്വർണം വിറ്റെന്ന് കർണാടക ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അതേസമയം പോറ്റിയുമായ തെളിവെടുപ്പിന് അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് തിരിച്ചു. കേസിൽ റിമാൻഡിലായ മുരാരി ബാബുവിന്റെ വീട്ടിൽ SIT പരിശോധനയും നടത്തി. ശബരിമലയിലെ ദ്വാരപാലക പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റെന്ന നിർണായക കണ്ടെത്തലാണ് SIT നടത്തിയത്. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 476 ഗ്രാം സ്വർണം വിപണി വിലയ്ക്ക് വിറ്റത്. സ്വർണം വേർതിരിച്ചപ്പോൾ ബാക്കി വന്ന ഈ സ്വർണം പോറ്റിക്ക് നൽകിയത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ്. ഇക്കാര്യം ഗോവർദ്ധൻ SITയോട് സ്ഥിരീകരിച്ചു. 2012-13 കാലഘട്ടത്തിൽ ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പക്ഷേത്രത്തിൽ വച്ചാണ് പോറ്റിയുമായി പരിചയപ്പെടുന്നത്. ശബരിമലയിലെ പൂജാരി എന്ന് പറഞ്ഞാണ് പോറ്റി സ്വയം പരിചയപ്പെടുത്തിയത്. തന്നിൽ നിന്ന് സ്പോൺസർഷിപ്പിന്റെ പേരിൽ പലപ്പോഴായി പോറ്റി സ്വർണം വാങ്ങിയെന്നും ഗോവർദ്ധൻ SITക്ക് മൊഴി നൽകി. വിവാദങ്ങൾക്കിടെ ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേർന്നു. 2025 സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ വീഴ്ചയുണ്ടായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഈ വീഡിയോ ചിത്രീകരണത്തോടുകൂടി സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ ഒരു വീഴ്ച പറ്റി. എന്താണ് വീഴ്ച? സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല. അതൊരു വീഴ്ച തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പിന് SIT ബംഗളൂരുവിലേക്ക് തിരിച്ചു. ബെല്ലാരിയിലെത്തി വിറ്റ സ്വർണം വീണ്ടെടുക്കാൻ ശ്രമിക്കും. ഒപ്പം ചെന്നൈ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിലും തെളിവെടുപ്പ് നടത്തും. റിമാൻഡിലുള്ള മുരാരി ബാബുവിന്റെ കോട്ടയം പെരുന്നേലെ വീട്ടിൽ SIT പരിശോധന നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തിരിച്ചെത്തിയ ശേഷം മുരാരി ബാബുവിനായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പീഠം കൈമാറിയ പള്ളിക്കത്തോട് സ്വദേശി വാസുദേവന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ബംഗളൂരുവിലെ സഹോദരിയുടെ വീട്ടിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത്. ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട രേഖകൾ വാസുദേവൻ പ്രത്യേക സംഘത്തിന് കൈമാറി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.